Hello my dear students, welcome back to MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. അപ്പോൾ എൻ്റെ മക്കളെ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഇംഗ്ലീഷ് എങ്ങനെ പഠിച്ചു തുടങ്ങണം പല മക്കൾക്കും അറിയില്ല. 9ാം ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ കുട്ടികളൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷിൽ 9ാം ക്ലാസ്സിൽ കുറേ കുട്ടികൾക്ക് ഫെയിലിയർ ആയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് എക്സാം ഒക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ അല്ലേ. ഇനി ഇംഗ്ലീഷ് 10ാം ക്ലാസ്സിൽ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്ന് പറയുന്ന ഈ ഒരു വൻ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മക്കളെ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഞാൻ കുറച്ച് പോയിന്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പോയിന്റുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, സീറോയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളൂ, അത് കോൺഫിഡൻസ് ലെവലിലേക്ക് നമ്മൾ മാറ്റണം. ഫ്രം സീറോ ടു കോൺഫിഡൻസ് ലെവലിലേക്കാണ് നമ്മൾ അതിനെ മാറ്റേണ്ടത്. എങ്ങനെയാണ് സാറേ മാറ്റേണ്ടത്? ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഒരു ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ശ്രദ്ധിച്ച് കേട്ടോളൂ, ഒരു ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ തീമിലേക്ക് ഫോക്കസ് ചെയ്യുക. ആ സ്റ്റോറി എങ്ങനെയാണ്? ഈ സ്റ്റോറി ഒന്നാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്, വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലേ. ആ ചാപ്റ്ററിൻ്റെ തീം എന്താണ് എന്നുള്ളതിനെ ഒന്ന് ഫോക്കസ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ആദ്യം ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. രണ്ടാമത്തത്, ഈ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് ന്യൂ വേർഡ്സുകൾ ഉണ്ടാവും. ശ്രദ്ധിച്ച് കേട്ടോളൂ. പല കുട്ടികളും ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് തീം ഓക്കെ ഫൈൻ, എനിക്ക് കഥ മനസ്സിലായി സാറേ, പക്ഷേ കാര്യമില്ല. അതിലുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് മനസ്സിലായി സാറേ, കാര്യമില്ല. അതിൽ പുതിയ പുതിയ വാക്കുകളുണ്ട്. ആ വാക്കുകൾ പഠിക്കലാണ് ചാപ്റ്റർ പഠിക്കുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫ്ലാപ്പ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ് സാറേ ഫ്ലാപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം? ഫ്ലാപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം ചിറകടിക്കുക എന്ന് പറയില്ലേ അല്ലേ. ഈ ചിറകടിക്കുക എന്നുള്ളത് നമ്മൾ എന്ന് പറയാ ഫ്ലാപ്പ് എന്ന് പറയുക. അപ്പൊ ഇതുപോലുള്ള പുതിയ പുതിയ വാക്കുകൾ ഉണ്ടാവില്ലേടാ. ഈ വാക്കുകളൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു വരണം. അപ്പോഴാണ് നമുക്കൊരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ. ഫോർ എക്സാമ്പിൾ, തിന്നുക, കുടിക്കുക, എഴുതുക, വായിക്കുക, എല്ലാത്തിനും ഇംഗ്ലീഷ് നമുക്ക് അറിയാൻ പറ്റൂലേ. അടിച്ചു വാരുക എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താണ്? സ്വീപ്പ് എന്നാണ് വരിക. സ്വീപ്പ് അല്ലേ. കുറേ ആളുകൾ ഈ വീഡിയോ കാണുന്ന പല ആളുകളും ചിലപ്പോൾ അത് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇതുപോലുള്ള പുതിയ വാക്കുകളുടെ അർത്ഥങ്ങൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫോക്കസ് എന്തിലേക്കായിരിക്കണം മക്കളെ? പുതിയ പുതിയ വാക്കുകളിലേക്കായിരിക്കണം എന്നാണ് പറയാനുള്ളത്. മറ്റൊരു കാര്യം കേട്ടോളൂ കേട്ടോ, ഫോക്കസ് ഓൺ ഗ്രാമർ. നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ അതിലെ ഗ്രാമർ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് പോകണം. ഒരു ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ആ ചാപ്റ്ററിൻ്റെ ഉള്ളിലുള്ള ഗ്രാമർ നിങ്ങൾ എന്ത് ചെയ്യണം? എടുക്കുന്ന സമയത്തെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. എക്സാമ്പിളോടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കൂ നിങ്ങൾ, ഹി ഗോ ടു സ്കൂൾ, ഹി ഗോ ടു സ്കൂൾ എന്ന് ഞാൻ ഇവിടെ എഴുതി അല്ലേ. ഹി ഗോ ടു സ്കൂൾ എന്ന് എഴുതി. ഈ സെന്റൻസ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹി എന്ന് പറയുന്ന ആൾ ഒരാളേ ഉള്ളൂ അല്ലേ. ഒരാളാവുമ്പോൾ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് മക്കളെ സിംഗുലർ എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കാൻ പറ? സിംഗുലർ അല്ലേ. ഈ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട വെർബ് എന്ത് വെർബായിരിക്കണം മക്കളെ? പറ, സിംഗുലർ വെർബായിരിക്കണം എന്ന് പറയുന്ന റൂൾ ഉണ്ട്. ഈ റൂള് നിങ്ങൾ പാലിച്ചുകൊണ്ടാണോ ഓരോ സംഗതികളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അല്ലെങ്കിൽ ഒരു കഥ എടുക്കുന്ന സമയത്ത്, ഒരു സ്റ്റോറി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളത് ഫോക്കസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നാം ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ സാർ എങ്ങനെയാണ് ഈ സിംഗുലർ സബ്ജക്റ്റ് സിംഗുലർ വെർബ് എങ്ങനെ മനസ്സിലാക്കുക? നോക്കൂ നിങ്ങൾ, ഹി, ഷീ, ഇറ്റ് എന്നൊക്കെ പറയുന്നത് ഒരാളല്ലേ ഉള്ളൂ. ഒരാളാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സിംഗുലർ അല്ലേ. ഇനി നോക്കിക്കോ, സിമ്പിളായിട്ട് മനസ്സിലാക്കാനാട്ടോ. ഈസ്, വാസ്, ഡസ്, ഹാസ്. നോക്കൂ നിങ്ങൾ, ഈസ്, വാസ്, ഡസ്, ഹാസ് ഇതെല്ലാം അവസാനിക്കുന്നത് എന്തിലാണ്? യെസ്സിലാണ്. എന്തിലാണ് അവസാനിക്കുന്നത്? പറ, യെസ്സിലാണ് അവസാനിക്കുന്നത്. യെസ്സിൽ അവസാനിക്കുന്നതൊക്കെ എന്തിൻ്റെ കൂട്ടത്തിൽ പോകാനാണ് മക്കളെ? സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂട്ടത്തിൽ പോകാനാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ ഗോ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? പറ, ഡു ആണുള്ളത്. ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഗ്രാമറിൻ്റെ ക്ലാസ്സിൽ എടുക്കും കേട്ടോ. ഗോൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? പറ, ഡു ആണുള്ളത്. അപ്പോൾ ഹി എന്ന് പറയുന്നത് ഒരാളാണ്. ഒരാളെ കൂടുതൽ ഡു പോവില്ല. എന്തേ പോവുള്ളൂ? ഡസ് ആണ് പോവുക. അപ്പോൾ ഈ സെൻസ് തെറ്റാണ്. അപ്പോൾ എങ്ങനെ എഴുതണം? ഹി ഗോ എന്ന് എഴുതാൻ പറ്റില്ല, മറിച്ച് ഡസ് പ്ലസ് ഗോ ഈസ് ഈക്വൽ ടു ഹി ഗോസ് ടു സ്കൂൾ എന്ന് എഴുതണം. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ സിംഗുലർ പ്ലൂറൽ എന്ന് പറയുന്ന ഈ ഒരു സംഗതിയിലേടാ. ആ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ഒക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ എന്ന് പറയുന്നത് വീണ്ടും പറയാനുള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും അല്ലേ. ഫോർ എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ, നമ്മൾ സബ്ജക്റ്റിനെ കുറിച്ച് ഇംഗ്ലീഷ് ഗ്രാമറിലെ സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുന്ന സമയത്തിന് ഐ, യു, ദേ, വി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കൂലേ. ഈ അയ്യോദേവി എന്ന് പറയുന്നത് പ്ലൂരൽ ആണെന്നാണ് എല്ലാവരും പഠിപ്പിക്കലില്ലേ. അയ്യോദേവി എന്താണ്? പറ, പ്ലൂരൽ ആണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, സാർ പറഞ്ഞു ശരിയാണ്, പ്ലൂരൽ ആണെന്നൊക്കെ പറയും. പക്ഷേ ഈ പ്ലൂരൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിലല്ലേ പ്ലൂരൽ എന്ന് പറയുന്നത്. ഐ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ പ്ലൂരൽ ആവും എന്ന് പറയുന്ന ഒരു ചോദ്യം അവിടെ അപ്പോഴും കിടക്കുന്നുണ്ട്. ഈ ചോദ്യം നിങ്ങൾ ചോദിച്ചേ തീരൂ.
പറഞ്ഞ് മനസ്സിലാകണ്ടോ? ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചോദിച്ചിരിക്കണം. അതിന് വ്യക്തമായിട്ടുള്ള ആൻസർ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഒരു കുഞ്ഞു ഡൗട്ട് നിങ്ങളവിടെ പെൻഡിങ് വെച്ചാൽ ആ ഡൗട്ട് അതുപോലെ അവിടെ കിടക്കും. പിന്നെ നമുക്ക് അതിൻ്റെ മേൾക്ക് എങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ നോക്കിയാലും നടക്കില്ല മക്കളെ. കാര്യം ആ ഡൗട്ട് അവിടെ കിടക്കുന്നുണ്ട്, ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാമറിൻ്റെ ക്ലാസ്സിൽ തരാം കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. അപ്പോൾ നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യണം. പിന്നെ ശ്രദ്ധിച്ച് കേട്ടോളൂ, ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് കുറേ ആളുകളും ചെയ്യാണ്ട് പോകുന്ന ഒരു സംഗതി എന്താ അറിയോ, റീഡ് ചെയ്യൂല എന്ന് പറയുന്നത്, റീഡിംഗ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾക്ക് പൊതുവേ ഇല്ല. നിങ്ങൾ ആക്ച്വലി ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ഉണ്ടായിട്ട് ഇന്നേ വരെ 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് വായിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ല. വായിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ എഴുതാൻ പറ്റുക മക്കളെ? അപ്പോൾ വായിക്കാൻ അറിയാൻ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വായന എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പ്രത്യേകമായിട്ട് പറയാം കേട്ടോ. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ട് വായനൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു വേർഡ് എഴുതി, ആ വേർഡ് എന്താണെന്ന് അറിയോ, മിനിറ്റ് എന്നാണ് വായിക്കുക അല്ലേ? മിനിറ്റ് അല്ലേ? എന്താ വായിക്കുക? മിനിറ്റ് അല്ലേ? ശ്രദ്ധിച്ച് കേട്ടോളൂ, MINUTE, മിനിറ്റ് എന്നാണ് വായിക്കുക. ഞാൻ ഇപ്പുറത്ത് വേറൊരു വേർഡ് എഴുതി, 1 എന്ന് എഴുതി, അപ്പോൾ ഇതെന്താ വായിക്കുക പറ? 1 മിനിറ്റ്. ഓക്കെ അല്ലേ? ഞാൻ ഇപ്പുറത്ത് വേറൊരു വേർഡ് എഴുതി, അത് ഏതാണെന്നറിയോ? തിങ് എന്ന് എഴുതി, എന്താ വായിക്കുക പറ? തിങ്. ഇപ്പം നിങ്ങൾ വായിച്ചത് 1 മിനിറ്റ് തിങ് ആണ് നിങ്ങൾ വായിച്ചെങ്കിൽ അത് തെറ്റാണ്. ഇതെങ്ങനെ വായിക്കണം എന്നറിയോ? 1 മൈന്യൂട്ട് തിങ് എന്ന് വായിക്കണം. എങ്ങനെ വായിക്കണം പറ? 1 മൈന്യൂട്ട് തിങ് എന്ന് വായിക്കണം. അപ്പം ഈ വായന ഒരേ സാധനം തന്നെ വ്യത്യസ്ത രൂപത്തിൽ വായിക്കേണ്ട രൂപമുണ്ട് അല്ലേ? ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ വായിച്ച് ശീലിച്ചേ പറ്റൂ അല്ലേ? കുറേ ആളുകൾ ഞാൻ 10ാം ക്ലാസ്സിൽ കണ്ടതാട്ടോ, COULD, കുൽഡ് എന്നൊക്കെ വായിക്കും. കുഡ് എന്നുള്ളത് കുൽഡ് എന്നൊക്കെ വായിക്കും. വുഡ് ആണെങ്കിലോ വുൾഡ്. അങ്ങനെ ഒന്നല്ല വായിക്കേണ്ടത്. വായന ശരിയാക്കിയാൽ മാത്രം നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. പിന്നെ ഇംഗ്ലീഷ് പഠിക്കേണ്ട ഒരു സംഗതി ഞാൻ ഇതിൽ പറഞ്ഞു, റീഡിങ് മാത്രമല്ല, റൈറ്റിംഗ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിച്ച് കേട്ടോ. എഴുതി പഠിക്കണം. നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ MS ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് ഡിസ്കോഴ്സിൻ്റെ ഒക്കെ ഓരോ ഫോർമാറ്റുകൾ നിങ്ങൾക്ക് തരും. ഡിസ്കോഴ്സിൻ്റെ ഒക്കെ ഓരോ ഫോർമാറ്റുകൾ തരും. ഈ ഫോർമാറ്റുകളൊക്കെ എന്താണെന്ന് അറിയോ? സാറേ എൻ്റെ അടുത്ത് ഉത്തരം ഉണ്ടല്ലോ ഇല്ലേ, എൻ്റെ അടുത്ത് ഉത്തരം ഉണ്ടല്ലോ, ഞാൻ കോപ്പി അടിച്ച് പാസ്സാവുമല്ലോ. നോ, എഴുതി പഠിക്കണം. ഞാൻ വീണ്ടും പറയാട്ടോ, എഴുതി പഠിക്കണം. എങ്കിൽ മാത്രമേ ലൈഫിൽ എന്താവുള്ളൂ, അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ ഉണ്ടാവും ഓരോ കുട്ടികൾ വന്നുകാണ്ട്, യെസ് സാറേ ആ ബിറ്റ് തരൂ, ഈ ഷോർട്ട് ബിറ്റ് തരൂ. കാര്യമില്ല. കാര്യം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഡയറിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ഇപ്പോഴേ നിങ്ങൾ എഴുതി പഠിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിട്ടോ, പിന്നെ ഈ കോപ്പി കൊണ്ടുപോകേണ്ട വല്ല ആവശ്യമുണ്ടോ? അല്ല, പബ്ലിക് എക്സാമിന് അല്ല, ഇപ്പോഴേ എഴുതി പഠിച്ചാൽ എന്താണ്, ദാറ്റ് വിൽ ബി വെരി ഈസി ടു യു എന്നുള്ള കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൻ്റെ എക്സാമിലെ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങണം. ഓരോ ചാപ്റ്റർ എടുക്കുന്ന സമയത്തും കുഞ്ഞു ഡൗട്ടാണെങ്കിൽ എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ ചോദിക്കാൻ മടിക്കരുത്. ധൈര്യമായിട്ട് എന്ത് ചെയ്യണം, ചോദിക്കണം. എല്ലാം നമ്മളടുത്ത് എന്ത് ചെയ്യണം, ചോദിക്കണം. കമൻ്റായിട്ട് ചോദിക്കണം. നിങ്ങളൊക്കെ ഈ ലൈവിലൊക്കെ വരുന്ന സമയത്ത് കമൻറ്റിലൊക്കെ നിങ്ങൾ ഡൗട്ട് ചോദിച്ചാൽ നമ്മൾ മറുപടി തരുന്നതാണ്. ഇനി കൂടുതൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ആപ്പിൽ ജോയിൻ ചെയ്താൽ, നമ്മുടെ ആപ്പിലൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ആപ്പിലെ കുട്ടികൾക്കൊക്കെ നമ്മൾ ലൈവായിട്ട് വന്നുകൊണ്ട് അവരെല്ലാ ചോദ്യത്തിനും മറുപടി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സൊക്കെ ഉണ്ടാവല്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ആപ്പിലൂടെയൊക്കെ കണ്ട് ക്ലാസ് കണ്ട് ഡൗട്ട് ക്ലിയർ ഒക്കെ ചെയ്താണ് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയാണ് ഈ പോയിന്റാണ് പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.